സിബിനെ നമസ്കാരം. ഗുഡ് മോർണിംഗ്. എന്തെല്ലാം സുഖല്ലേ? സുഖം തന്നെ. സൗമ്യ ഗുഡ് മോർണിംഗ്. സിബിനെ ഞാൻ ഈ വണ്ടിയുടെ നമ്പറാണ് ആദ്യം ശ്രദ്ധിച്ചത്. 23 BH. ഇതൊരു BH സീരീസ്. BH സീരീസിനെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ഒരു വണ്ടിന്റെ ഒരു ഓണറെ കാണുന്നത്. ഈ ആക്ച്വലി എൻ്റെ അളിയൻ്റെ പേരിലാണ്, അളിയൻ ഡിഫൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കർണാടകത്തിൽ നിന്നാണ് ഇത് രജിസ്റ്റർ ചെയ്തത്. കേരളത്തിൽ നിലവിൽ BH രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നില്ല. പിന്നെ BH രജിസ്ട്രേഷൻ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. റോഡ് ആക്ച്വലി കർണാടകത്തിൽ EV വണ്ടിക്ക് റോഡ് ടാക്സ് ഇല്ല, 100% റിബേറ്റ് ആണ്. പിന്നെ ടാക്സ് മുഴുവനായിട്ട് അടയ്ക്കുമ്പോൾ നമുക്ക് 2 വർഷം കൂടുമ്പോൾ ടാക്സ് അടച്ചാൽ മതി. നിലവിൽ ഈ വണ്ടിക്ക് ടാക്സ് ഇല്ല എന്നാലും പറയാം BH രജിസ്ട്രേഷന്റെ ഗുണങ്ങൾ. പിന്നെ അവിടുന്ന് ഡെലിവറി ചെയ്തിട്ട് നാട്ടിലേക്ക് എത്തിക്കുക ചെയ്തു വണ്ടി. നിങ്ങൾ വണ്ടി എടുത്തിട്ട് കുറേ ആയാ? വണ്ടി എടുത്തിട്ട് 3 വർഷം ആകാൻ പോകുന്നു. നെക്സ്റ്റ് ജനുവരി 6 തീയതി ആകുമ്പോഴേക്കും 3 വർഷം പൂർത്തിയാവും. ഇതോടുകൂടി വാറണ്ടി കഴിയും. വണ്ടിയുടെ വാറണ്ടി എത്ര കിലോമീറ്റർ ഓടി? ഏകദേശം 35,500 ഓഡോമീറ്ററിൽ കിലോമീറ്റർ ഓടി ചെയ്യുന്നു. അപ്പൊ വീട്ടില് ഒരുപാട് TVS അല്ലെ, TVSന്റെ വണ്ടികൾ ഉണ്ടെന്ന് തോന്നുന്നില്ലേ? വേറെ ആർക്കൊക്കെയോ TVS ഉണ്ടല്ലോ അല്ലെ? എന്റെ 2-3 ബന്ധുക്കൾക്ക് TVS iQube തന്നെയാണുള്ളത്. എന്റെ മാമനും iQube ഉപയോഗിക്കുന്നു. പിന്നെ എന്റെ 2 സുഹൃത്തുക്കൾക്കും iQube ആണ് ഉപയോഗിക്കുന്നത്. ഞാനാണ് എല്ലാവർക്കും iQube സജസ്റ്റ് ചെയ്തത്. EV വണ്ടി ഞാനാണ് ആദ്യമായിട്ട് എൻ്റെ നാട്ടിൽ ഇറക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്തത്. ആരും ഇതുവരെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആരും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. എല്ലാവരും ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓർബിറ്റർ വരാൻ വേണ്ടി കാത്തിരുന്നത്. സിസ്റ്ററിന് വേണ്ടി ഓർബിറ്റർ ഞാൻ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളെ വീട്ടിൽ കുടുംബത്തിൽ തന്നെ 4 TVS ഉണ്ട്? 4 TVS ഉണ്ട്. അല്ലേ? ഒരു വണ്ടി പെട്രോൾ വണ്ടിയാണ്, ഐസ് വണ്ടിയാണ്, ബാക്കിയൊക്കെ EV ആണ്. അപ്പോൾ ഒരു TVS കുടുംബമാണല്ലേ? അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ സാധാരണ ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളും കൂടെ ചോദിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ ഇലക്ട്രിക് വണ്ടി എടുക്കാൻ എന്താണ് കാരണം എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണെന്നല്ലേ. പക്ഷേ ഞാൻ ഇപ്പോൾ ചോദിക്കുന്നത് TVS നിങ്ങളെ ഫാമിലിയിൽ വരാനുള്ള കാരണം എന്താ? TVS ഫാമിലിയിൽ വരാനുള്ള ഒന്നാമത്തെ കാരണം, ഞാൻ ഫസ്റ്റ് എൻ്റെ കൺസേൺ സർവീസ് ആയിരുന്നു. ഏത് വണ്ടിയായാലും കംപ്ലയിൻസ് ഒക്കെ വരും. പക്ഷേ എൻ്റെ ഫസ്റ്റ് കൺസേൺ സർവീസാണ്. അപ്പോൾ TVS അക്കാര്യത്തിൽ സർവീസിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഫസ്റ്റ് എൻ്റെ ചോയ്സ് TVS തന്നെ ആയിരുന്നു. അതായത് കൃത്യമായ സർവീസ് അവർ തരുന്നുണ്ട്. ഇതുവരെ സർവീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഫൈൻ. നിങ്ങളെ സിസ്റ്റർ അല്ലേ സൗമ്യ? സിസ്റ്ററാണ് സൗമ്യ. അപ്പോൾ സൗമ്യ, നിങ്ങൾ ഈ വണ്ടി എടുത്തിട്ട് കുറേ ആയോ? ഓർബിറ്റർ ഒരാഴ്ച ആയിട്ടുള്ളൂ അല്ലേ? സൗമ്യ മുന്നേ ഏതായിരുന്നു വണ്ടി ഉപയോഗിച്ചോണ്ടിരുന്നേ? ഞാൻ മുന്നേ ഹോണ്ട ആക്റ്റീവ ആണ് ഉപയോഗിച്ചത്. കുറേ ഓടിയിട്ടുണ്ടായിരുന്നോ? ഒരു 8 വർഷം ഉപയോഗിച്ചു. പെട്ടെന്ന് എങ്ങനെ ഇതിലേക്ക് ഓർബിറ്ററിലേക്ക് വരാനുള്ള കാരണം? പെട്രോളിന്റെ വില, പിന്നെ മുന്നേ ഒരു വണ്ടി വീട്ടിലുള്ളത് കൊണ്ട് അത് ഓടിച്ചു നോക്കുമ്പോൾ സ്മൂത്ത്നെസ്. TVS iQube ഓടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേ സ്മൂത്ത്നെസ് ഇതിനും കിട്ടുന്നുണ്ടോ? നല്ല ഓടിക്കാൻ നല്ല സുഖമാണ്, നല്ല സ്മൂത്ത്നെസ് ആണ്. അത്യാവശ്യം പവർ ഒക്കെ ഉണ്ടോ വണ്ടിക്ക്? ആണോ? നിങ്ങളെ വീട്ടിന്റെ അവിടെ കയറ്റം വല്ലതും ഉണ്ടോ? എന്റെ മുന്നിൽ തന്നെ കയറ്റാണ്. അത് കേറലുണ്ടോ വണ്ടി? നിങ്ങളെ കൂടെ ആരായിരിക്കല്? എന്റെ മക്കൾ ഇരിക്കലുണ്ട്. 2 പേരെ ഇരുത്തിച്ചിട്ട് കേറലുണ്ട് അല്ലേ? നിങ്ങളെ മക്കളെ വയസ്സൊന്ന് പറയാൻ പറ്റുമോ? 14 വയസ്സാണ്. എന്നിട്ട് സുഖമായിട്ട് കേറുന്നുണ്ട് വണ്ടി അല്ലേ? പകുതിക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടാകുമ്പോ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേറാനല്ലേ? കുറച്ച് ബുദ്ധിമുട്ട്. ഒറ്റ സ്ട്രെച്ചിനാണ് അങ്ങ് കയറിപ്പോകും. അപ്പൊ സിബിന് ഓർബിറ്റർ ഓടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നോ? ഈ പറഞ്ഞ സൗമ്യ പറഞ്ഞ ആ കയറ്റം കയറ്റിയായിരുന്നു? എന്റെ അനുഭവത്തിൽ കയറ്റമൊക്കെ സുഖമായി കയറുന്നുണ്ടായിരുന്നു. കാരണം സാമാന്യം നല്ല തരക്കേടില്ലാത്ത ഒരു കയറ്റമായിരുന്നു എൻ്റെ വീട്ടിലേക്കുള്ളത്. സുഖമായിട്ട് കയറുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ iQube കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ പീക്ക് പവർ 2.5 കിലോവാട്ട് ആണ് മോട്ടോർ പവർ. ഇതിന്റെ പീക്ക് പവർ 4 കിലോവാട്ട് ആണ് മോട്ടോർ പവർ. ആ ഒരു പവർ ഡിഫറൻസ് എന്തായാലും ഓർബിറ്ററിനുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നോ കയറ്റിയത്? ഞാനും എൻ്റെ മകൻ ചെറിയ മകനാണ്. എന്നിരുന്നാൽ പോലും എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. അതായത് TVS iQube റിവ്യൂ ഞാൻ ഇതിന്റെ മുമ്പ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പം ഏറ്റവും നല്ലൊരു സസ്പെൻഷൻ ഉള്ള വണ്ടിയായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് TVS iQube ആണെന്ന്. ഈ നടുവേദന ഉള്ള ആൾക്കാരൊക്കെ ഞാൻ ഏറ്റവും ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന വണ്ടി TVS iQube ആണ്. കാരണം നല്ല സസ്പെൻഷനാണ്. ഈ ഓർബിറ്ററിൻ്റെതും ഞാൻ ഒരുപാടൊന്നും ഓടിച്ച് നോക്കിയിട്ടില്ല. ഓർബിറ്റർ കുറച്ച് ഓടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കമ്പാരറ്റീവ്ലി നിങ്ങൾ 2 വണ്ടി കുറേ ഓടിച്ച ആൾക്കാരായതുകൊണ്ട് ചോദിക്കുകയാണ്, സസ്പെൻഷൻ എങ്ങനെയുണ്ട്? എനിക്ക് കുറച്ചും കൂടി ഇപ്പം കമ്പയർ ടു iQube കുറച്ചും കൂടി സോഫ്റ്റ് സസ്പെൻഷനായി തോന്നിയത് ഓർബിറ്ററിൻ്റെയാണ്. ഇപ്പം സൗമ്യ ആക്റ്റീവ് അല്ലേ യൂസ് ചെയ്തത് 8 വർഷം? അപ്പോൾ ഒരു സസ്പെൻഷൻ്റെ ഒരു ചോദിക്കാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സസ്പെൻഷൻ നല്ല സ്മൂത്ത്നെസ് ഏതിനാണ് തോന്നിയത്? സ്മൂത്ത്നെസ് ഓർബിറ്ററിന് തന്നെയാണ്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഇലക്ട്രിക് വണ്ടികൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല സസ്പെൻഷൻ ഉള്ള 2 വണ്ടികൾ അല്ലേ? TVSന്റെ തന്നെ 2 അല്ലേ മോഡലുകൾ ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഏതറും ചെയ്തൊക്കെ ഓടിച്ചു നോക്കിയവരാണ്. അതെ
അതെ കുറച്ച് ഹാർഡ് സസ്പെൻഷൻ ആണ്. അതെ അതെ. എന്തിനു പറയുന്നത്, ഞാൻ ഉപയോഗിക്കുന്ന ഈ സിമ്പിൾ വൺ ഇല്ലേ, ഇതിൻ്റെതും ഫ്രണ്ടിൽ ഭയങ്കര ഹാർഡാണ്. ബാക്കിൽ കുഴപ്പമില്ല, സസ്പെൻഷൻ രണ്ടാളിരിക്കുമ്പോൾ നല്ല സ്മൂത്താണ്. പക്ഷെ ഒരാളിരിക്കുമ്പോൾ അതും കുറച്ച് ഹാർഡാണ്. അതിനെക്കാട്ടൊക്കെ എത്രയോ നല്ല സസ്പെൻഷനാണ് ടി വി എസിൻ്റെ ഈ രണ്ട് വണ്ടികൾ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കാൻ പറഞ്ഞു, സിബിൻ എന്താ ചെയ്യുന്നത്? ഞാനൊരു IT പ്രൊഫഷണലാണ്. നെറ്റ്വർക്ക് മേഖലയിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ ഓക്കെ. ദിനേശ് സോഫ്റ്റ്വെയർ പാർക്ക് കണ്ണൂരിൽ. ഓ ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ ഒന്ന് മൈക്ക് കൊടുക്കുമോ? സൗമ്യ എന്താ ചെയ്യുന്നത്? ഞാനൊന്നും ചെയ്തില്ല, ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. ഹസ്ബൻഡ് BSF. ഓ, അപ്പം പുള്ളിയുടെ പേരിൽ എടുത്ത വണ്ടിയാണല്ലേ, അതാണ് അതിൻ്റെ മുകളിൽ ഡിഫൻസ് എന്ന് കാണുന്നത് അല്ലേ? ഓക്കെ. അതേപോലെ നിങ്ങൾക്ക് റേഞ്ച് എത്ര കിട്ടുന്നുണ്ട്? iQube എത്ര കിട്ടുന്നുണ്ട്? iQube റേഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി ബാറ്ററി മേഖലയായിട്ട് ബന്ധപ്പെട്ട ഒരാളായതുകൊണ്ട് ഞാൻ ഏകദേശം 2080 എന്ന രീതിയിലാണ് അധികം ബാറ്ററി ചാർജ് ചെയ്യാറുള്ളത്. 20% താഴെയും 80-85% കൂടാതെയുമാണ് ഞാൻ മിക്കവാറും ബാറ്ററി ചാർജ് ചെയ്യാറുള്ളത്. ആ ഒരു ചാർജിൽ ഏകദേശം എനിക്കൊരു 80-90 കിലോമീറ്ററോളം എനിക്ക് എപ്പോഴും റേഞ്ച് കിട്ടാറുണ്ട്. ഓക്കെ. പിന്നെ ഏകദേശം ഒരു മാസത്തിൽ ഒരു 1-2 തവണയാണ് ഞാൻ ഫുൾ ചാർജ് ചെയ്യാറുള്ളത്. ഏകദേശം 100-105 ഇടക്ക് കിട്ടാറുണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഫുൾ റേഞ്ച് ടെസ്റ്റ് ചെയ്തായിരുന്നു. 100ന്റെ മുകളിൽ എനിക്ക് റേഞ്ച് കിട്ടിയായിരുന്നു. ഇത് ഏതാ മോഡൽ വണ്ടി? ഇത് iQube UG എന്ന് പറഞ്ഞ ബേസ് മോഡലാണ്. എത്ര kWh ബാറ്ററി? ഇത് 3.1 kWh ബാറ്ററി ആണല്ലേ? ഓക്കെ. ഇതിന് അന്ന് ഓൺ ദ റോഡ് എത്രയായിരുന്നു? അന്ന് ഓൺ ദ റോഡ് ഞാനിത് കർണാടക സ്റ്റേറ്റിൽ നിർത്തിയാണ്. അന്ന് ഓൺ ദ റോഡ് എനിക്ക് 1,21,000 രൂപയായിരുന്നു. ഓക്കെ ഓക്കെ. കേരളത്തിൽ ഏകദേശം ആ സമയത്ത് 1,38,000 1,40,000 കേരളത്തിൽ റേറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അതേപോലെ സൗമ്യക്ക് എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്? എനിക്ക് ഒറ്റ ചാർജിൽ ഏകദേശം ഒരു 100-110 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. ആണല്ലേ? ഇപ്പൊ ആകെ കുറച്ചല്ലേ ഓടിയിട്ടുള്ളൂ? കുറച്ചേ ഓടിയിട്ടുള്ളൂ. ഇപ്പൊ എടുത്ത പാടല്ലേ? 2 പ്രാവശ്യം ചാർജ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇത് കമ്പനി പറയുന്ന എത്രയാ റേഞ്ച്? 120 അല്ലേ? ഓക്കെ ഓക്കെ. ഇതിനെന്താ ഓൺ ദ റോഡ് വില വരുന്നത്? 1,23,000 അല്ലേ? ഇതിപ്പോ നിങ്ങൾ ഏകദേശം 35,000 കിലോമീറ്റർ അല്ലേ ഓടിയത്? 3 വർഷമായി വണ്ടി എടുത്തിട്ട്. അപ്പൊ നിങ്ങൾ കുറെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടാവില്ലേ വണ്ടിയിൽ? ടയർ എത്ര പ്രാവശ്യം മാറ്റി? ടയർ പിറകിലത്തെ ടയർ ഒരു തവണ മാറ്റി. 22,000 കിലോമീറ്റർ ആയാലും ഒരു തവണ മാറ്റി. 22,000 കിലോമീറ്റർ മാറ്റി. പിന്നെ മുന്നിലത്തെ ടയർ ഒരു തവണ. ഇപ്പൊ 35,000 കിലോമീറ്റർ ആയാലും മുന്നിലത്തെ ടയർ ഇപ്പൊ മാറ്റിയിട്ടുള്ളൂ. പുതിയ ടയർ ഒരു 3-4 ദിവസമായിട്ടുള്ളൂ പുതിയ ടയർ മാറ്റിയിട്ടിട്ട്. ബ്രേക്ക് പാഡ് എത്ര പ്രാവശ്യം മാറ്റിയിട്ടുണ്ട്? ബ്രേക്ക് പാഡ് ഫ്രണ്ട് ഡിസ്ക് പാഡ് ഒരു തവണയും പിറകിലെ ഡിസ്ക് പാഡ് 2 തവണയും മാറ്റിയിരുന്നു. അതിൽ ഫ്രണ്ടിലെ ഡിസ്ക് പാഡ് ഞാൻ തന്നെ സ്വന്തമായിട്ട് മാറ്റിയതാണ്. പിറകിലുള്ള ഒന്നും ഞാൻ തന്നെ സ്വന്തമായിട്ട് മാറ്റിയതാണ്. ഓക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ബ്രേക്ക് പാഡ് മാറ്റാനായാലും ടയർ മാറ്റാനായാലും നമ്മൾ സർവീസ് ബുക്ക് ചെയ്യണം. മുൻകൂട്ടി സർവീസ് ബുക്ക് ചെയ്ത് ആദ്യമൊക്കെ സെയിം ഡേ നമുക്ക് സർവീസ് കിട്ടുമായിരുന്നു. ഇപ്പം വണ്ടിയുടെ ബാഹുല്യം കൊണ്ട് ഒരാഴ്ച മുമ്പൊക്കെ സർവീസ് ബുക്ക് ചെയ്ത് ആ ഡേറ്റ് വന്നാൽ വണ്ടി അവിടെ വെക്കണം. അപ്പോൾ ആ ഒരു ദിവസം വണ്ടി നമ്മൾ ഷോറൂമിൽ വെക്കണം. അപ്പോൾ ആ ഒരു കാലതാമസം ഒഴിവാക്കാൻ ബ്രേക്ക് പാഡൊക്കെ ഞാൻ സ്വന്തമായിട്ടാണ് ചേഞ്ച് ചെയ്യാറ്. അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതേപോലെ സിബിന് വേറെ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? 2 തവണ ഈ 2 സ്വിച്ചുകളും 2 തവണ മാറ്റിയിരുന്നു. ഈ ഹസാർഡ് സ്വിച്ച്, ഈ പാർക്കിംഗ് സ്വിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ മഴ സമയത്ത് ഇതിൽ വെള്ളം കയറിയിട്ട് ഈ സ്വിച്ച് സ്റ്റക്ക് ആവുന്നു. ഇത് 2 തവണ വാറണ്ടിയിൽ മാറ്റിയിരുന്നു. പിന്നെ മഴ സമയത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ ആക്സിലേറ്റർ കേബിള് ത്രോട്ടിൽ പൊസിഷൻ സെൻസർ കംപ്ലൈന്റ് ആയിട്ട് മഴ ഏകദേശം ഒരു മാസത്തോളം ആ പ്രശ്നം ഉണ്ടാവും. മഴ സമയത്ത് മാത്രം. മഴ കഴിഞ്ഞാൽ അതങ്ങ് മാറും. അവർ അവിടെ സർവീസ് സെന്ററിൽ WD-40 ഒക്കെ അടിച്ച് ക്ലിയർ ആക്കി ചെയ്യാം. പിന്നീട് ഒരു മാസത്തിന് ശേഷം ആ കംപ്ലൈന്റ് മാറാറുണ്ട്. വേറെ കാര്യമായിട്ടൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. പിന്നെ ടയർ നമ്മൾ ഷോറൂമിൽ പോയിട്ട് തന്നെ ടയർ മാറ്റണം. അതിനും കുറേ ടൈം കൺസ്യൂം ആവും. ഒരു ദിവസം വണ്ടി അവിടെ വെക്കണം. പെട്ടെന്നൊന്നും നടക്കില്ല. ആ ഒരു കൺസേൺ ആണ് മെയിൻ ആയിട്ടുള്ളത്. അതേപോലെ സൗമ്യ, ഇതിപ്പം നിങ്ങളിപ്പോൾ എടുത്തിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ അല്ലേ? ആകെ 300 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. എന്നാലും ഞാൻ ചോദിക്കുക, നിങ്ങൾ ഈ 300 കിലോമീറ്റർ ഓടിയ സമയത്ത് എന്തെങ്കിലും വണ്ടികൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും വേണമെന്നോ അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യണമെന്നോ അല്ലെങ്കിലോ എന്തെങ്കിലുമൊക്കെ തോന്നിയിരുന്നോ? തോന്നിയെന്ന് വെച്ചാൽ ഈ ബാക്കിലൊരു സപ്പോർട്ട് വേണം തോന്നി. ഇവിടെ അതായത് ഇതേപോലെ ഒരു സംഭവം അല്ലേ? iQube പോലെ ബാക്ക് സപ്പോർട്ട് വേണമെന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു സംഭവം ഉണ്ടെങ്കിലും ഗ്രാബ് റെയിൽ ഉണ്ടെങ്കിലും കുറച്ച് പൊന്തി നിൽക്കണം അല്ലേ? അപ്പൊ ഇരിക്കുമ്പോ കുറച്ചും കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബാക്കിൽ ഒരാൾ ഇരുത്തി പോകുമ്പോൾ കുറച്ചും കൂടെ സേഫ് ആയിട്ട്. നിങ്ങൾ പിള്ളേരെ കൊണ്ടുപോകുന്നതുകൊണ്ടല്ലേ? ഓക്കെ. അതേപോലെ നിങ്ങൾ പറഞ്ഞ പ്രകാരം നിങ്ങൾ റെക്കമെൻഡ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് TVS iQube എടുത്തിട്ടുണ്ടല്ലേ? സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സും എടുത്തിട്ടുണ്ട്. അപ്പം അവരൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഹാപ്പിയാണോ? എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ? സ്റ്റിൽ അവരൊക്കെ ഹാപ്പിയാണ്. ഏകദേശം എൻ്റെ ഒരു 3 സുഹൃത്തുക്കൾ എൻ്റെ റെക്കമെൻഡേഷനിൽ iQube എടുത്തിട്ടുണ്ട്.
പിന്നെ എൻ്റെ വീട്ടിലെ എൻ്റെ മാമൻ, മൊത്തത്തിലൊരു 4 ആൾക്ക് ഞാൻ iQube റെക്കമെൻഡ് ചെയ്തു. ഇവർക്ക് ഹാപ്പിയാണ്. അതേപോലെ നമ്മൾ സംസാരിച്ച സമയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അതുപോലെ നിങ്ങൾക്കും ഒരു ബാറ്ററിയുടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതൊന്ന് പറയാൻ പറ്റുമോ? അതായത് ഏകദേശം ആദ്യം എൻ്റെ സുഹൃത്തിനാണ് ബാറ്ററി മാറ്റേണ്ടി വന്നത്. ഒരു 20,000 കിലോമീറ്റർ ഓടിയ സമയത്ത് ഒരു ബാറ്ററി കംപ്ലൈൻ്റ് ആയി. അവരത് റീപ്ലേസ് ചെയ്തു. സെയിം 22,000 കിലോമീറ്റർ ആകുമ്പോഴേക്കും എൻ്റെ ഒരു ബാറ്ററിയും കംപ്ലൈൻ്റ് ആയി. ഞാനത് റീപ്ലേസ് ചെയ്തു. ഏകദേശം ഒരാഴ്ചയോളം എടുത്തിരുന്നു. അപ്പോൾ എൻ്റെ 3 സുഹൃത്തുക്കൾക്കും ഇതേ പ്രശ്നം, ഇതേ കിലോമീറ്റർ ഓടുമ്പോൾ ഏകദേശം 22,000 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഈ 3 പേർക്കും ബാറ്ററി മാറ്റേണ്ട അവസ്ഥ വന്നിരുന്നു. ഓക്കെ, ഇതൊക്കെ വാറണ്ടി പീരീഡിലാണോ വന്നത്? അതെ, ഇതൊക്കെ വാറണ്ടി. അപ്പോൾ ഇത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ മാറ്റി കൊടുത്തു. ഓക്കെ, എന്താ പ്രശ്നം, എന്താ ശരിക്കും കേടാവാനുള്ള കാരണം? ഇതിൽ ആകെ 2 ബാറ്ററി പാക്ക് ആയിരുന്നത്. ഒരു ബാറ്ററി പാക്ക് കംപ്ലൈന്റ് ആവും, റേഞ്ച് പെട്ടെന്ന് ഡ്രോപ്പ് ആവും. ഒരു 50% റേഞ്ച് ഡ്രോപ്പ് ആയി പോകും. പിന്നെ ചാർജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സർവീസ് സെന്ററിൽ കൊടുത്തു. ബാറ്ററി ഡാമേജ് ആയി, റീപ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, ഇതിപ്പം നമ്മൾ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടാണ് ബാറ്ററി മാറ്റേണ്ടെങ്കിൽ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണോ? അറിയോ? എക്സ്പെൻസീവ്, എൻ്റെ ഒരു അറിവ് പ്രകാരം ഒരു ബാറ്ററി പാക്കിന് ഏകദേശം ഒരു 30,000-32,000 ഇടയിലാണ് എൻ്റെ ഒരു അറിവ് പ്രകാരം അതിൻ്റെ വില. കൃത്യമായിട്ട് അറിയില്ല ഏകദേശം, കാരണം ആരും വാറണ്ടി കഴിഞ്ഞിട്ട് ഇതുവരെ മാറ്റിയതായി അറിവില്ല. ഓക്കെ ഓക്കെ, ഒരു ബാറ്ററി പാക്ക് എന്ന് പറയുമ്പോൾ ഇതിൽ 2 ബാറ്ററി പാക്ക് ഇല്ലേ? ഇതിൽ 2 ബാറ്ററി പാക്ക്. അപ്പോൾ ടോട്ടൽ എത്രയോ? ടോട്ടൽ ഏകദേശം 70,000 രൂപയുടെ അടുത്താവും. 2 ബാറ്ററി പാക്കും ഒരുമിച്ച് മാറേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അടുത്താവും. അതേപോലെ മോട്ടറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? മോട്ടറിന് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്? ഇല്ല, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഓക്കെയാണ്. അതേപോലെ തന്നെ ഈ ഒരു ഡാഷ് ക്യാം ഇത് എവിടുന്നാണ് മേടിച്ചത്, എങ്ങനെയുണ്ട്? ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. ഇത് ഹീറോയുടെ ക്യൂബോ എന്ന് പറഞ്ഞ മോഡലാണ്. ഓക്കെ, 2 വീലറുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഡാഷ് ക്യാമാണ്. ഓക്കെ, വേണമെങ്കിൽ കാറിലും ഉപയോഗിക്കാം. അതിൻ്റെ മൗണ്ട് വാങ്ങിച്ച് ഞാൻ ആക്ച്വലി കാറിലും സ്കൂട്ടറിലും ഈ സെയിം ശരി. അതായത് ഇതിന്റെ 2 മൗണ്ട് വാങ്ങിയിട്ടുണ്ടാവും. ഒന്ന് കാറിലുണ്ടാവും, ഒന്ന് കാറിൽ ഫിറ്റ് ചെയ്തു. എന്നിട്ട് ഇത് പെട്ടെന്ന് ഊരാൻ പറ്റുമോ? പെട്ടെന്ന് ഊരാൻ പറ്റും. ഇതിങ്ങനെ റിലീസ് ചെയ്താൽ ഇത് ഊരാം. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് മറന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഊരി കൊണ്ടുപോകാം. ലോക്കില്ലല്ലോ? ലോക്കില്ല. ഇത് ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. പക്ഷെ മറക്കൂല പക്ഷെ നമ്മൾ മറക്കില്ല. വാല്യുബിൾ ആണ്. ഇതെന്താ വില വരുന്നത്? ഇതിന് ഏകദേശം 3,500 രൂപയുടെ അടുത്ത് ആണല്ലേ? ബാക്കപ്പ് എത്ര ഉണ്ട്? ബാക്കപ്പ് 2.5 മണിക്കൂറോളം. കണ്ടിന്യൂസ് റെക്കോർഡിംഗ് 2.5 മണിക്കൂറോളം. 2.5 മണിക്കൂർ റെക്കോർഡിംഗ് ആണ്. ഞാൻ ഇത് തമ്മിലുള്ള മാറ്റങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ടയറിന് കുറച്ച് വലിപ്പം കൂടുതലുണ്ട് അല്ലേ? അതെ അതെ, iQube-നെക്കാട്ട് വലുതല്ലേ ഇത്? സൈസാണ്. iQube എത്ര ഇഞ്ച്? iQube 12 ഇഞ്ച് ടയറാണ്. 2 ഫ്രണ്ട് ആൻഡ് റിയർ 12 ഇഞ്ച് ടയറാണ്. ഇത് ഓർബിറ്ററിന്റെ റിയർ സൈഡ് വരുന്നത് 12 ഇഞ്ചും ഫ്രണ്ട് സൈഡ് വരുന്നത് 14 ഇഞ്ച് ടയറുമാണ്. വലിപ്പമുള്ള ടയറാണ്. അതുകൊണ്ട് തന്നെ റൈഡിങ് കംഫർട്ട് കുറച്ച് കൂടുതലാണ് iQube-നെ അപേക്ഷിച്ചിട്ട്. അതേപോലെ ബാറ്ററി പാക്കിൽ വ്യത്യാസമുണ്ട്. ബാറ്ററി പാക്ക് iQube വരുന്നത് 3.4 kW ബാറ്ററിയാണ്. iQube-ന്റെ ഈ മോഡൽ വരുന്നത് 3.4 kW UG മോഡൽ 3.4 kW ആണ്. ഇത് വരുന്നത് 3.1 kW. 3.1. എനിക്ക് തോന്നുന്നു ഓർബിറ്ററിന് ആകെ ഒറ്റ മോഡലേ ഉള്ളൂ. പിന്നെ ഓർബിറ്ററിന് ഫ്രണ്ടും ബാക്കും ഡ്രം ബ്രേക്ക് ആണ് വരുന്നത്. ഡിസ്ക് മോഡൽ വരുന്നില്ല. ഇതിന് 2 ഡിസ്കാ? അല്ല, ഇതിന്റെ മുൻഭാഗം ഡിസ്കും പിറകില് ഡ്രം ബ്രേക്കുമാണ് വരുന്നത്. ഓക്കെ ഓക്കെ. അതേപോലെ ബൂട്ട് സ്പേസ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഓർബിറ്ററിന്റെ ബൂട്ട് സ്പേസ് ഏകദേശം 32 ലിറ്ററോളം ബൂട്ട് സ്പേസ് ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. ഇതിൽ കിടന്നുറങ്ങാലോ? നല്ല നീളമുണ്ടല്ലോ. അതേപോലെ ഇതിന്റെ ബൂട്ട് സ്പേസ് ഇത് ജനറേഷൻ 2 മോഡലാണ്. അതുകൊണ്ട് തന്നെ പഴയ മോഡലാണ്. വളരെ കുറവാണ്. പുതിയ ജനറേഷൻ 3-ൽ കുറച്ചധികം ബൂട്ട് സ്പേസ് ഉണ്ട്. ബൂട്ട് സ്പേസ് കൂടുതലുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഒരു പോരായ്മ തോന്നിയത് ഇതിന്റെ മിറർ ആയിരുന്നു. ആക്ച്വലി ഇതിന്റെ മിറർ അല്ല, ഇത് എൻടോർക്ക് വണ്ടിയുടെ മിററാണ്. ഈ iQube-ന്റെ സ്റ്റോക്ക് മിറർ ഇതുപോലെ ഇരിക്കും. ഏറ്റവും ചീപ്പ് ക്വാളിറ്റി മിററാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ശരി, എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട സമയം തന്നതിൽ ഒരുപാട് സന്തോഷം ബ്രോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സൗമ്യ. താങ്ക് യു.